കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പാലക്കാട് അവരുടെ വോട്ട് ഷെയർ കുറയാണ്ടായി. ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല. പാർലമെന്റിൽ അസംബ്ലിയിൽ 3800 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിൽ 9700 വോട്ടാണ് ശ്രീകണ്ഠന്റെ ലീഡ് പാലക്കാട് അസംബ്ലിയിൽ മാത്രം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലക്കാട് UDFന്റെ ഒരു ഉറച്ച സീറ്റാണ്. ഞാൻ പറഞ്ഞ LDF ഒന്നും കൂടെ നല്ല സ്ഥാനാർത്ഥിനെയൊക്കെ നിർത്തിയൊന്ന് ഫൈറ്റ് ചെയ്താൽ അവർക്ക് 2ാം സ്ഥാനത്തെത്താം. ജയിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് 1ാം സ്ഥാനം ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞത് ഇത് പറയുന്ന ആരാ അറിയോ? ഈ ചളിക്കുണ്ടിൽ താമര വിരിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റിയാണ്. അവരപ്പോഴും UDF ജയിക്കുന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ മേയറുടെയും ഭരണസമിതിയുടെയും കുറ്റം കൊണ്ട് ഇവിടെ BJPയുടെ വിജയ സാധ്യതയുണ്ട്. അപ്പൊ ഇത് BJPക്ക് പാലം തുറന്നു കൊടുക്കുകയാണോ? ഞങ്ങൾ പറയുന്നത് ഞങ്ങളാ ജയിക്കുകയാണ്. അല്ല, അത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പാർട്ടിക്കാരെ വിമർശിക്കുകയാണ്. അപ്പോ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തൃശ്ശൂരിലെ തോൽവിക്ക് CPM ആണ് ഉത്തരവാദി. BJPക്ക് പാലം തുറന്നു കൊടുക്കുന്നത് CPM ആണ്. പൂരം കലക്കി BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു CPIM എന്നതാണ് കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഇതിനൊക്കെ ഉദാഹരണവും തെളിവുമാണ് എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറയുന്നുണ്ട്.